നമസ്കാരം. ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നുറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയിലെയും ഹമാസിലെയും നേതൃത്വ നിരയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഗാസ മുനമ്പിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാവി മുസ്താഹ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കഴിഞ്ഞു. 3 മാസം മുമ്പ് വടക്കൻ ഗാസയിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ നടത്തിയ ആക്രമണത്തിൽ റാവി മുസ്താഹയ്ക്കൊപ്പം 2 ഹമാസ് കമാൻഡർമാരെയും വധിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ഹമാസിന്റെ ആദ്യ തലവൻ യഹ്യ സിൻവാറിനൊപ്പം ഗാസ മുനമ്പിലെ നേതൃത്വ നിരയിൽ നിന്ന ആളാണ് മുസ്താഹ. ഒക്ടോബർ 7-ന് നടത്തിയ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോയിലെ പ്രധാനി കൂടിയായ മുസ്താഹയാണ് ഭീകര സംഘടനയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത്. വ്യോമാക്രമണം ഹമാസിന് കനത്ത നാശമാണ് വരുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലും ലേബർ കമ്മിറ്റിയിലും പ്രധാനിയാണ് കൊല്ലപ്പെട്ട കമാൻഡർ സമേ അൽ സിറാജ്. ഹമാസിന്റെ സുരക്ഷാ ചുമതലയുള്ള ആളാണ് കൊല്ലപ്പെട്ട മറ്റൊരു കമാൻഡർ സമി ഔദ. ഹമാസിന്റെ ആദ്യ തലവൻ ഇസ്മായിൽ ഹനിയയും ഇപ്പോൾ ഹിസ്ബുള്ള നസറുള്ളയും കൊല്ലപ്പെട്ടതിന് ശേഷം റാവി മുസ്താഹയുടെയും കമാൻഡർമാരുടെയും ഉന്മൂലന വാർത്തയാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ലെബനനിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് സന്ദേശം നസ്രുള്ളയ്ക്ക് ഒരു ദൂതൻ വഴി ഖമേനി കൈമാറിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽ ഹൗഷാനാണ് ദൂതനായി പോയത്. ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ഇറാൻ. ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം 200ഓളം മിസൈലുകൾ തൊടുത്തത് ഖമേനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. നസറുള്ളയുടെയും ദൂതനായി പോയ അബ്ബാസിന്റെയും മരണത്തിനുള്ള പ്രതികാരമാണെന്നാണ് റവല്യൂഷണറി ഗാർഡിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഖമേനിയുടെ വിശ്വസ്തനായ സൈനിക ഉപദേശകൻ കൂടിയായിരുന്നു അബ്ബാസ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ കാര്യവും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ 7 നേതാക്കളെയാണ് ഒരാഴ്ചക്കിടെ ഇസ്രായേൽ വകവരുത്തിയത്. പ്രധാനികളെയെല്ലാം ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഇതിനിടെ ഇസ്രായേൽ ഖമേനിയെ ലക്ഷ്യം വെക്കുകയാണെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഖമേനിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ്. 1980-ൽ ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള സ്ഥാപിതമാകുന്നത്. 1989 മുതൽ ഖമേനി ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ നൽകി വരുന്നുണ്ടായിരുന്നു. ഇത് പ്രകാരമാണ് പേജർ ആക്രമണത്തിന് പിന്നാലെ ഖമേനി നസ്രുള്ളയ്ക്ക് സന്ദേശം കൈമാറിയതും. എന്നാൽ തന്റെ സുരക്ഷയിൽ ആത്മവിശ്വാസമുണ്ടെന്നാണ് നസ്രുള്ള അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളയിലും ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കാമെന്ന സംശയമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് പ്രകാരം 2 തവണയാണ് ഖമേനി നസ്രുള്ളയ്ക്ക് സന്ദേശം നൽകിയത്. എന്നാൽ ലെബനനിൽ തന്നെ തുടരുമെന്ന് നസ്രുള്ള ഉറപ്പ് നൽകുകയായിരുന്നു. എന്നാൽ പേജർ ആക്രമണം ഉണ്ടായതിനു ശേഷം തങ്ങൾക്കിടയിൽ ഇസ്രായേലി ചാരന്മാർ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി 100 കണക്കിന് അംഗങ്ങളെ ഹിസ്ബുള്ള നേതാക്കൾ ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.